സംസ്ഥാന ബജറ്റിൽ വീണ്ടും ഇടം പിടിച്ചതോടെ ഇത്തവണയെങ്കിലും വൈശമ്പുറം കടവിൽ പുതിയ പാലം വരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഇത് 3ാം തവണയാണ് ഈ പാലം ബജറ്റിൽ ഇടം പിടിക്കുന്നത്. 3 തവണ പണം വകയിരുത്തിയിട്ടും യാഥാർത്ഥ്യമാവാതെ പോയ പാലം വീണ്ടും സംസ്ഥാന ബജറ്റിൽ ഇടം പിടിച്ചതോടെ നാട്ടുകാർ ഇപ്പോൾ വലിയ പ്രതീക്ഷയിലാണ്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിനെയും മുക്കം നഗരസഭയെയും ബന്ധിപ്പിച്ച് ഇരുവഴിഞ്ഞിപ്പുഴയുടെ വൈശമ്പുറം കടവിലെ നിർദ്ദിഷ്ട പാലമാണ് ഇപ്പോൾ വീണ്ടും ബജറ്റിൽ ഇടം നേടിയത്. പാലം യാഥാർത്ഥ്യമാവാത്തതിനെ സംബന്ധിച്ച് നിരവധി തവണ CTV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വിഷയത്തിൽ ഇടപെട്ട CK കാസിം MLA ശ്രമഫലമായാണ് സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ വീണ്ടും പാലം സ്ഥാനം പിടിച്ചത്. 3 പതിറ്റാണ്ടിലേറെയായി വൈശമ്പുറം കടവിൽ പാലം വേണമെന്ന ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട്. ആദ്യം തൂക്കുപാലത്തിനായി 23 വർഷം മുമ്പ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് 3 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വീണ്ടും 10 വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ കോൺക്രീറ്റ് പാലം അനുവദിച്ചു. ബജറ്റിൽ 2 കോടി രൂപയും വകയിരുത്തി. ഇതോടെ നാട്ടുകാർ നിർമ്മാണ കമ്മിറ്റി ഉണ്ടാക്കി കാത്തിരുന്നു. അതും യാഥാർത്ഥ്യമായില്ല. പാലത്തിൻ്റെ ആവശ്യം പിന്നെയും ശക്തമായതോടെ വീണ്ടും 7 വർഷം മുമ്പ് തൂക്കുപാലം അനുവദിച്ചു. അന്നത്തെ MLA ജോർജ് തോമസിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1.34 കോടി രൂപയും അനുവദിക്കുകയും 2021 ഫെബ്രുവരി 16 പ്രവൃത്തി ഉദ്ഘാടനവും നടന്നു. വിദഗ്ധ സംഘത്തിൻ്റെ സന്ദർശനവും പഠനവുമൊക്കെ തുടർന്ന് ഉണ്ടായെങ്കിലും പാലം വന്നില്ല. ഇപ്പോൾ UDF സർക്കാർ വൈശമ്പുറം പാലം പരിഗണിക്കുകയും ബജറ്റിൽ ടോക്കൺ തുക വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. 12 മീറ്റർ വീതിയുള്ള കോൺക്രീറ്റ് പാലം നിർമ്മിക്കാനുള്ള ശ്രമമാണ് ആരംഭിച്ചത്. ഇതോടെ പദ്ധതിക്ക് ഔദ്യോഗികമായി ബജറ്റ് അംഗീകാരം ലഭിക്കുകയും തുടർന്ന് ആവശ്യാനുസരണം വലിയ തുകകൾ പിന്നീട് അനുബന്ധ ബജറ്റുകളിലൂടെ റീ അലോക്കേഷൻ വഴിയായി ഈ അക്കൗണ്ടിലേക്ക് മാറ്റാൻ സർക്കാർ നിയമപരമായി സാധിക്കുകയും ചെയ്യും. ഇപ്രകാരം വൈശമ്പുറം കടവ് പാലം പുതിയ സർക്കാർ യാഥാർത്ഥ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഇന്ന് വരും നാളെ വരും പാലം എന്ന പ്രതീക്ഷ ഞങ്ങൾ കാരശ്ശേരിക്കാർക്ക് ഏറ്റവും ഉചിതമുള്ളൊരു പാലമാണിത്. കച്ചേരിയായിട്ട് ബന്ധപ്പെടുത്തി ഈ പാലം വന്നാൽ നിരവധി ഈ ഭാഗത്തെ വികസനത്തിനും എല്ലാത്തിനും ഉതകുന്ന ഒരു പാലമാണ്. പിന്നെ അതുപോലെ മഴക്കാലത്ത് ഇവിടെ ഒറ്റപ്പെടുന്ന ഒരു സംവിധാനമാണ്. മറ്റുള്ള മുക്കത്തങ്ങാടിയിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ്. അപ്പോൾ ഈ പാലം അനുവദിച്ച് തന്നാൽ ഇപ്പോൾ CK കാസിം MLA, ബഹുമാന്യായ CK കാസിം MLA തൻ്റെ ബഡ്ജറ്റിൽ ആദ്യത്തെ ബഡ്ജറ്റ് തന്നെ ഇതിന് ഫണ്ട് വകയിരുത്തിയിരിക്കുകയാണ്. ആ സന്തോഷം ഞങ്ങൾ ഈ അവസരത്തിൽ പങ്കെടുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മുക്കം.